എനിക്ക് ആ ദീപ്തി ടീച്ചർ പരിചയപ്പെടുത്തി തന്ന സമയം മുതൽ എനിക്ക് മനസ്സിൽ കയറിയ ഒരു വികാരമാണ്. ആ ഫോട്ടോ കണ്ടപ്പോൾ എന്റെ പൊന്നും ആ ഗ്ലാമറും ആ ശരീരം. പിന്നെ റാണി വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ഇച്ചിരി പ്രായമൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഈ ഓഞ്ഞി എന്നെ ഒരുപാട് ഇരുന്ന് കണക്കാക്കണ്ട. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും. നോ പ്രോബ്ലം, കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റാണി ചേച്ചിനെ സ്നേഹിക്കാനായി ഒരാൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവരുടെ അയാൾക്ക് എന്താ പറയാനുള്ളത് റാണി ചേച്ചിനോട് എന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അയാൾ പ്രത്യേകിച്ച് പറഞ്ഞതാണ്, റിയാക്ഷൻ ചെയ്യുന്ന എല്ലാ വീഡിയോക്കാരൊന്നും ഇത് റാണി ചേച്ചീൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ നോക്കാം. അപ്പം നമ്മുടെ ഭാഗത്തും നമ്മളത് ചെയ്യണമല്ലോ. കാരണം ഒരാൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഒക്കെ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണം. അതിന് വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഉറപ്പായി ചേട്ടാ, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഇത്രയും ഒരു സ്നേഹത്തോട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ എല്ലാവരും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തീർച്ചയായും ഹെൽപ്പ് ചെയ്തിരിക്കും. എന്താണ് ചേട്ടന് ഹെൽപ്പ് വേണ്ടത്? കാരണം നമ്മുടെ ഒരു യൂട്യൂബറായ ദീപ്തി ടീച്ചർ നമ്മുടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു വ്യക്തിയാണ് റാണി പി സദാശിവം. അപ്പോൾ ഈ റാണി പി സദാശിവം എന്ന് പറഞ്ഞാൽ ഈ സദാശിവൻ അച്ഛനാണോ ഭർത്താവാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കാം. ഈ ദീപ്തി ടീച്ചർ ഇവരുടെ ആ ഫോട്ടോ ഒക്കെ പുറത്ത് വിട്ടതിന് ശേഷം എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം നിങ്ങളടുത്ത് പറയാം. ആഗ്രഹമോ? എന്തായിരിക്കും? ഇടയ്ക്കേറി സംസാരിക്കുന്നില്ല കേട്ടാ, ആഗ്രഹം പറയട്ടെ. ഈ അവരുടെ ഒരു അസുഖം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വീഡിയോയുടെ അടിയിൽ ചെന്ന് വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്യുക, അതിൽ തൃപ്തി അടയുക. ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടെന്ന് അത് പറഞ്ഞറിയിക്കാൻ കഴിയല്ല. അങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന ഒരു ഐറ്റമാണ് റാണി. അത് സത്യമാണ് ചേട്ടൻ പറഞ്ഞത്. മറ്റുള്ളവരുടെ വീഡിയോന്റെ അടിയിൽ കമന്റ് ഇടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഐറ്റമാണ് റാണി. അതും നല്ല കമന്റ് അല്ല കേട്ടോ, ഏറ്റവും ചീത്തയായ ഒരു എന്താ പറയുക, മനുഷ്യന് വായിക്കാൻ പോലും പറ്റാത്ത കണക്കത്തെ ഒരു കമന്റ് ഇടുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ റാണി പി സദാശിവൻ. അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു യൂട്യൂബർ പോയി അവരുടെ അടുത്ത് കണ്ട് സംസാരിച്ചു. പിന്നെ അവർക്കൊരു മകളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ വീട് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് അറിയാന്നുള്ളവർ എനിക്ക് വ്യക്തമായിട്ടൊന്ന് അഡ്രസ്സ് പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അഡ്രസ്സ് എന്തിനാണ് ചേട്ടാ? നിങ്ങൾ കാര്യം പറഞ്ഞാലല്ലേ നമുക്ക് അഡ്രസ്സ് പറയാൻ പറ്റൂ. കാരണം ഇതുവരെ കാര്യത്തിലേക്ക് നിങ്ങൾ കടന്നില്ല. എന്തായാലും കാര്യം പറയും. നമ്മൾ അഡ്രസ്സ് തപ്പി പിടിച്ച് ചേട്ടന്റെ മുമ്പിൽ ഇട്ടിരിക്കും, അത് ഉറപ്പാ. അപ്പോൾ അങ്ങനെ തൃപ്തി കളയുന്ന ഒരു വ്യക്തിയാണ് റാണി. അപ്പോൾ അതിനുശേഷവും ഈ യൂട്യൂബർ അവിടെ പോയി സംസാരിച്ചതിന് ശേഷവും ഇവരുടെ അസുഖത്തിന് ഒരു കുറവ് വന്നിട്ടില്ല. ഈ സകലമായ യൂട്യൂബർമാരും എല്ലാം എടുത്ത് തലയ്ക്ക് വിളിപ്പിച്ചിട്ട് അവർക്ക് ഒരു നാണോ മാനോ കൂസലും ഇല്ല. അപ്പോൾ വീണ്ടും അവർ ആ അസുഖവുമായിട്ട് ഈ മറ്റുള്ളവരുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇടുക എന്ന് പറയുമ്പോൾ ആ ഒരു അസുഖം മാറിയിട്ടില്ല, വീണ്ടും ഒരു അസുഖം തുടങ്ങി. അതായത് സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പല ഹോസ്പിറ്റലിലും പല ഡോക്ടർമാരുടെ അടുത്ത് പോയി ചികിത്സിക്കാറുണ്ട്. അവരൊക്കെ ഓരോ ചികിത്സാ രീതികൾ നിർദ്ദേശിക്കും. അതിനൊന്നും ചിലപ്പോൾ ഫലം കിട്ടാറില്ല. കൃത്യമായിട്ട് ആ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മാത്രമേ ആ അസുഖത്തിൽ നിന്നുള്ള പരിഹാരം കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ക്യാൻസർ വന്ന പോലുള്ള മാരക രോഗങ്ങൾ വരാറുണ്ട്. ഈ ക്യാൻസർ വന്ന ഭാഗം ചിലപ്പോൾ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ കുറയും, ചിലപ്പോൾ വീണ്ടും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു നന്ദി പറയുകയാണ് നമ്മുടെ ഈ ടീച്ചറുണ്ട്. കാരണം ഈ റാണി കണ്ട സമയം മുതൽ എന്റെ മനസ്സിനകത്ത് ഒരു ആവേശം വേറെ ഒന്നുമല്ല. കണ്ടപ്പോ എന്താണ് ആവേശം തോന്നിയത്? എന്തായിരിക്കും? നോക്കട്ടെ. എനിക്ക് റാണിയെ എന്ത് വിളിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അത്രയ്ക്ക് എന്റെ ചങ്കിൽ ആ ഫോട്ടോ കണ്ടതിന് ശേഷം എന്റെ ചങ്കിലേക്ക് പതിഞ്ഞു പോയി. ഇപ്പൊ എനിക്ക് ഭാര്യ മക്കളൊന്നുമില്ല, വേറെ ബാധ്യതകളൊന്നുമില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയണം. എനിക്ക് ഈ എന്റെ മനസ്സിൽ റാണി മുത്തേ എനിക്ക് അങ്ങനെ വിളിക്കാനാണ് താല്പര്യം. റാണി, എനിക്ക് നിന്റെ കല്യാണം കഴിച്ച കൊള്ളാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ കേട്ടോ ഗൈസ്, ഞാൻ എന്തോ കേട്ട പോലെ, ഒന്നുകൂടി കേൾക്കാം. റാണി, എനിക്ക് നിന്റെ കല്യാണം കഴിച്ച കൊള്ളാൻ ആഗ്രഹമുണ്ട്. അതന്നെ, റാണിനെ കല്യാണം കഴിക്കാൻ നമ്മുടെ ഈ ചേട്ടനോ? അപ്പൊ റാണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ ഈ ചേട്ടന് ഇത്ര നേരം നമ്മുടെ അഡ്രസ്സൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്? എന്തിനാ ചേട്ടാ പാണ്ടിലോറിൻ്റെ അടിയിലേക്ക് വീണാൽ പോലും ഇത്രയും മരണത്തിന് വേദന അറിയില്ലായിരുന്നു. ഇഞ്ചിഞ്ചായി ചാവാൻ വേണ്ടി എവിടെയെങ്കിലും രജിസ്റ്ററിൽ ഒപ്പിട്ട് വന്നിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു തെറി വിളിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീനെ നിങ്ങൾ കല്യാണം കഴിക്കാൻ എന്തിനാ ആഗ്രഹിക്കുന്നത്? എവിടെയെങ്കിലും പാണ്ടിലോറിൻ്റെ അടിയിലേക്കോ ഇല്ലെങ്കിൽ ട്രെയിനിൻ്റെ അടിയിലേക്കോ പോകുന്നതിനേക്കാളും നല്ലതല്ലേ? ഇതിനേക്കാളും ഈസിയാണ് ചേട്ടാ. ഇതാകുമ്പോൾ ഇഞ്ചിഞ്ചിഞ്ചിഞ്ചായി കൊല്ലും. നാട്ടിൽ വേറെ ഒന്നും പെണ്ണുങ്ങളില്ലാത്തതെന്ന് കൊണ്ടാണോ? എന്തായാലും ചേട്ടന് ഈ ഒരു സ്ത്രീയോട് ഇങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ നമുക്ക് നോക്കാം കേട്ടോ.
അതായത് പശുവിന്റെ കടിയും തീരെ കാക്കയുടെ വയറെന്നറിയും. ഇതിന്റെ ചിലപ്പോ അസുഖത്തിനുള്ള ഒരു ചെറിയൊരു പരിഹാരം കണ്ടാൽ അങ്ങനെ ഇരിക്കും. അസുഖത്തിന് പരിഹാരം കണ്ടെത്താം. പക്ഷേ ഈ കാക്കയുടെ അല്ല പശുവിന്റെ കടിയും കാക്കന്റെ വയറും നിറയും പറഞ്ഞത് അത് എന്തിനാണെന്ന് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് അങ്ങോട്ടും മനസ്സിലാവുന്നില്ല. എനിക്ക് ആ ദീപ്തി ടീച്ചർ പരിചയപ്പെടുത്തി തന്ന സമയം മുതൽ എനിക്ക് മനസ്സിൽ കയറിയ ഒരു വികാരമാണ്. ആ ഫോട്ടോ കണ്ടപ്പോൾ ആ ഗ്ലാമറും ആ ശരീരം. പിന്നെ റാണി വിഷമിക്കുന്നു വേണ്ട, ഞാൻ എനിക്ക് പ്രായമൊക്കെ ഉണ്ട്, ഞാൻ ഈ ഓഞ്ഞി എന്ത് ഒരുപാട് ഇരിക്കുന്ന കണക്കാക്കട്ടെ, നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും, നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യ കാര്യങ്ങൾ എല്ലും തോലും എന്തിനാ സൂപ്പ് വെച്ച് കുടിക്കാനാ? എന്താ ചേട്ടാ പറഞ്ഞു പോകുന്നത്? എങ്ങോട്ടാണ് നിങ്ങളെ വാക്കുകൾ ഇങ്ങനെ കയറി പോകുന്നത്? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. പശുവിൻ്റെ കാക്കക്കടിയും ഒക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ എന്തപ്പം എല്ലും തോലും സൂപ്പ് വെക്കലും. നടക്കട്ടെ. ചേട്ടൻ എന്തോ ഒന്നും മനസ്സിൽ കരുതിട്ടല്ലേ? ചേട്ടന്റെ മനസ്സിൽ ഇപ്പം ലഡ്ഡു പൊട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. പിന്നെ വയസ്സാകാലത്ത് എനിക്ക് മുഖക്കടിച്ച് തരാൻ ഒരാൾ കാണാൻ എന്റെ റാണി വിട്ടു വരികയാണെങ്കിൽ ഞാൻ മോളെ കാര്യം കുഴപ്പമില്ല, ഞാൻ എന്റെ പൊന്നുപോലെ എന്റെ മോളെ പോലെ സേവിച്ച് അവളെ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഹാപ്പിയായിട്ട് കഴിയാം. മോളെ പൊന്നു പോലെ നോക്കാം. ചേട്ടന് കല്യാണം കഴിഞ്ഞാൽ ചേട്ടനെ പോലെ നോക്കാൻ ചേട്ടന് ടൈം കിട്ടത്തില്ല. കാരണം അമ്മാതിരി തെറിയായിരിക്കും ചേട്ടന്റെ ചെവിയിലേക്ക് ഇങ്ങനെ പോകുന്നത്. അല്ലാണ്ട് മോളെ നോക്കാൻ പോയിട്ട് നിങ്ങളെ പോലും ഒന്ന് കണ്ണാടിൻ്റെ മുമ്പിൽ നോക്കാൻ പോലും ടൈം കിട്ടത്തില്ല. കാരണം 24 hours ഇങ്ങനെ ചാലായിക്കൊണ്ടിരിക്കും ഇവരുടെ വായിലുള്ളത് കേൾക്കാൻ വേണ്ടി. ചെവി ഒന്ന് ക്ലിയർ ആക്കി വെച്ചാൽ മതി കല്യാണം കഴിഞ്ഞ ഉടനെ. ഓക്കെ, നോക്കി നമുക്ക് ഹാപ്പിയായിട്ട് കഴിയാം. അപ്പോൾ അതായത് വല്ലവരെ കമന്റിന്റെ ഈ വീഡിയോ അടിപ്പോയി നമുക്ക് ഇങ്ങനെയൊക്കെ കമന്റ് ഇട്ടൊക്കെ നമുക്ക് സൂചിച്ചാൽ മതിയോ? കുഴപ്പമില്ല, ഞാൻ കൂടെ സഹകരിക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമന്റുകളൊക്കെ കണ്ടിടത്തോളം റാണിക്ക് ഇത്തിരി അച്ചരാപ്യത്തെ കുറവെന്ന് തോന്നുന്നു. ഈ ഓരോ എഴുത്തും വായനൊക്കെ വരുമ്പോഴേ അത് ഞാനിവിടെ പരിഹരിച്ചാലേ നമുക്ക് രണ്ടൊരു കൂടെ സഹകരിച്ചാൽ പോയിക്കൂടെ? അക്ഷരാഭ്യാസം എന്ന് പറഞ്ഞോട്ടെ, എഴുതുന്നതിലൊക്കെ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരും, കുഴപ്പമൊന്നുമില്ല. ഈ വരികയാണെങ്കിൽ നമുക്ക് വൈകിട്ടാകുമ്പോൾ ഇച്ചിരി കട്ടൻ ചായ കെട്ടി കുടിച്ച് കപ്പലിലേക്ക് കുടിച്ച് പിന്നെ എനിക്ക് ഇച്ചിരി മുറക്കാനൊക്കെ ഇടിച്ച് തന്നു നമുക്ക് വയസ്സാകാലത്ത് ഇങ്ങനെ പോകാം. വയസ്സാകാലത്ത് വരെ എത്തണോ ചേട്ടാ? അതിന്റെ മുമ്പ് നിങ്ങൾ തന്നെ ആവോ എന്ന് തോന്നുന്നു. കാരണം സാധാരണ കുഴിയിലേക്കല്ല വീഴുന്നത്, വലിയ ഒരു പൊട്ടക്കിണത്തിലേക്ക് വീഴാൻ വേണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത്. അതിലൊരിക്കലും കയറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നില്ല. ചേട്ടൻ രാത്രി മുഴുവൻ ഒന്ന് ഇരുന്നാലോചിച്ച് പറ്റുന്നില്ലെങ്കിൽ കിടന്നാലോചിച്ചും പറ്റുന്നില്ലെങ്കിൽ എവിടേക്കെങ്കിലും ഓടിപ്പോയെങ്കിലും ആലോചിക്ക്. ഇതുപോലെ ഒരാൾ വേണ്ടയോ എന്ന്. ഇപ്പോഴെന്താ നിങ്ങൾക്ക് സമാധാനം ഇല്ലേ? പിന്നെന്ത് സമാധാനക്കേട് ഉണ്ടാവാൻ വേണ്ടിയോ അല്ല നിങ്ങൾക്ക് സമാധാനം കിട്ടാതിരിക്കാൻ വേണ്ടിയാണോ ഈ ഒരു കല്യാണ ആലോചന നിങ്ങൾ ഈ പബ്ലിക് വഴിയായി പറഞ്ഞത്? താല്പര്യമുണ്ടോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെ. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം നമ്മുടെ റാണി, എല്ലാവരും റാണി അക്ക എന്നൊക്കെയാണ് വിളിക്കുന്നത്. എനിക്ക് അങ്ങനെ വിളിക്കാൻ താല്പര്യം. എന്റെ റാണി ഒത്തിരി മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ എത്തിച്ചാൽ വലിയ ഉപകാരം. കാരണം നല്ല പൊളിച്ച തെറി കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതൊക്കെ പ്രതീക്ഷയോടാണല്ലോ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. കാര്യം ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഉളുപ്പില്ലാത്തൊരു വർഗ്ഗമാണ്. നിന്റെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കി അത് ഞാൻ പരിഹരിച്ചു തരാം. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും, അതുകൊണ്ട് നോ പ്രോബ്ലം. എന്റെ ആ ബോഡിയും ശരീരമൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്താ പറയുന്നത്, ആ ഒരു വികാരം വികാരം കേറി പോവല്ലേ ചേട്ടാ? വികാരം കേറിയാൽ അത് ഒറ്റടിക്ക് തകർക്കാൻ നമ്മുടെ റാണി ചേച്ചിക്ക് നന്നായി അറിയാം. ചേട്ടന്റെ എന്താ പറയാ, എല്ലും തോലും ഒക്കെ വേറെ ആക്കി റാണി ചേച്ചി അരി തൂക്കി കൊടുക്കും പോലെ തൂക്കിക്കൊടുക്കും. നിങ്ങൾ കളിക്കുന്നത് സാധാരണ സ്ത്രീയോടല്ല, തെറിയിൽ 1ാം സ്ഥാനം നേടിയ ഒരു സ്ത്രീനോടാണ് നിങ്ങൾ കളിക്കാൻ പോകുന്നത്. കാരണം അവരെ വിട്ടിട്ട് അവരെ പോലെ ഫ്രഷായ തെറി ആർക്കും പറയാൻ പറ്റൂ എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പോൾ നിലവിൽ 1ാം സ്ഥാനത്ത് നമ്മുടെ റാണി ചേച്ചി മാത്രമേ ഉള്ളൂ. റാണി നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. സുരേന്ദ്രന്റെ കുളിഞ്ഞ് പോരു കമന്റ് ഇടാൻ ഞാൻ സഹായിക്കാം. ഇടയിൽ ചേട്ടന്റെ ദേഹത്ത് ഷാറുഖ് ഖാൻ വന്ന പോലെ തോന്നി ഗൈസ്. റാണിത്തെ ചക്കരെ നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. നിന്റെ അസുഖത്തിനുള്ള പരിഹാരം സുരേന്ദ്രൻ കണ്ടിരാം. അല്ലാതെ ഇവരൊക്കെ ചെറുപ്പക്കാരാണേ, അവർക്കൊന്നും പറ്റത്തില്ല. അവരൊന്നും വിചാരിച്ചാലൊന്നും നിന്റെ അസുഖം മാറത്തില്ല. അപ്പൊ ചെറുപ്പക്കാരി തന്നെ വേണോ എന്നില്ല റാണി ചേച്ചിക്ക്. തെറി പറയാൻ ഇനി ഏത് കിളവനായാലും ചെറുപ്പക്കാരനായെങ്കിലും ഇല്ലെങ്കിൽ മധ്യവയസ്കാരനായെങ്കിലും റാണി ചേച്ചിക്ക് അതൊരുപോലെയാ. കാരണം എല്ലില്ലാത്ത നാക്കിൽ ഒന്നും വിളിച്ച് പറയാമുള്ള ലൈസൻസ് ആണ് നമ്മുടെ റാണി ചേച്ചി കിട്ടിയിട്ടുള്ളത്. ഇവരൊക്കെ മാന്യമായിട്ട് നിന്റെ വീട്ടിൽ ഒന്ന് പറഞ്ഞിട്ടൊന്നും നല്ല അസുഖം മാറത്തില്ല. പിന്നെ നമ്മളിപ്പോ എന്റെ കൈക്ക് മാറിയാന്ന് പറഞ്ഞാൽ വേറെ ഒരു ഒറ്റമൂലി പ്രയോഗമുണ്ട്. അത് ഞാൻ സാധിച്ചതാണ്. നമ്മൾ ഈ തിരുവനന്തപുരത്ത് കുടപ്പന നോക്കുന്ന പറയുന്ന സ്ഥലം, അവിടെ നല്ല ഈ കാളകളുണ്ടല്ലോ, കാളകൾ തമ്മിൽ നല്ല ഇനത്തിലുള്ള കാളകളൊക്കെ അങ്ങോട്ട് കൊണ്ട് നിർത്തിയാൽ മതി.
നിന്റെ അസുഖം അവിടെ മാറ്റി തരും. ഏയ് ഇപ്പൊ ഞാൻ വയസ്സായി പോയി ചിലപ്പോൾ ശരിയാകില്ല. അതിനൊക്കെ ഉള്ള മരുന്ന് നമ്മുടെ നാട്ടിലുണ്ടല്ലോ, എല്ലാവിധ മരുന്നുകളും ഉണ്ട്. നീ പേടിക്കണ്ട കേട്ടോ റാണി മുത്തേ ചക്കരേ. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ റാണിയായിട്ട് എന്റെ ഒരു കല്യാണം നടക്കാൻ നിങ്ങളൊന്ന് സഹായിക്കണം. ഈ വീഡിയോ മാക്സിമം, കാരണം എനിക്ക് അവിടെ വീട്ടിൽ പോയി ആലോചിക്കാനൊക്കെ തുടങ്ങി എവിടെയാണ് വീടെന്നൊക്കെ വലിയ ബുദ്ധിമുട്ടായി. നമ്മൾ കഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം റാണിയുടെ ചീത്തവിളി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ലൈറ്റ് മീഡിയ സുരേന്ദ്രൻ കൂടെ നിന്റെ കുളിച്ചത്രിയെ നിന്റെ അസുഖം ഞാൻ മാറ്റിത്തരാം. അത് ഒരു തർക്കവും വേണ്ട. എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നല്ല ഒന്നാന്തരം മൂരിക്കുട്ടന്മാരുണ്ട്. അപ്പൊ ആ റാണി ചേച്ചിക്ക് കല്യാണം ഏകദേശം ഉറപ്പിക്കുന്ന ഒരു മട്ടിലാണ് ചേട്ടൻ പോകുന്നത് മുമ്പിൽ. കൺഗ്രാജുലേഷൻസ് റാണി ചേച്ചി, നിങ്ങളുടെ തെറിയിലൂടെ ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് ഭാഗ്യമാണെന്ന് ഞാൻ പറയും. പക്ഷേ നിങ്ങളെ ഏറ്റവും മോശ സ്വഭാവം അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരാളാകുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ചീത്ത വിളിക്കാനുള്ള റൈറ്റ്സ് കിട്ടും. അപ്പോൾ റാണി ചേച്ചിനെ സ്നേഹിക്കാനും റാണി ചേച്ചിനെ എന്താ പറയുക, കാലക്ക് വേണ്ടി കല്യാണം കഴിക്കുന്നതോ അല്ല അയാൾക്ക് വേണ്ടി കല്യാണം കഴിക്കുന്നതോ അള്ളാഹിനെ ഓർത്താൻ അറിയാം. കാരണം റാണി ചേച്ചി എന്തായാലും ഹാപ്പി ആയിരിക്കും ഈ വീഡിയോ കണ്ടപ്പോൾ കണ്ടാൽ. അപ്പോൾ റാണി ചേച്ചി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.